ഹലോ, ഇന്ന് ഞങ്ങൾ ശാന്തിഗിരി ആശ്രമത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ഒരു ചെറിയൊരു ഭാഗമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതുള്ളത് നമ്മുടെ കോഴിക്കോട് കക്കോടിയിൽ പറമ്പിൽ ബസാർ ഭാഗത്താട്ടോ ഉള്ളത്. ഒരു വലിയൊരു കുന്നിൻ്റെ മുകളിലാണ് ഈ ഒരു ആശ്രമം ഉള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ജാതി മതം അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ആർക്ക് വേണമെങ്കിലും വരാം, ഇവിടെ എത്ര നേരം വേണമെങ്കിലും നിൽക്കാം. നമുക്ക് എന്തെങ്കിലും ഡൊണേഷനോ കാര്യങ്ങളോ ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാം. അവിടെ ഒരുപാട് പേരുണ്ട് കേട്ടോ അവിടെ ഈ ഒരു ആശ്രമത്തെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ഇവിടേക്ക് എൻട്രി ഫീ ആയിട്ടോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഒരു ഈവനിങ് ഒക്കെ ആയ സമയത്ത്, രാത്രിയാണല്ലോ ഈ ലൈറ്റൊക്കെ ഇടുമ്പോഴാണല്ലോ അതിന് പ്രത്യേകമായിട്ടൊരു ഭംഗിയുള്ളത്. അപ്പം ആ ടൈമിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടാവും ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകാൻ വിട്ടോ. അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെ പോവാം. ധ്രുവിനെ ആദ്യമായിട്ടാണ് ഇവിടെ കൊണ്ടുപോകുന്നത്. ഞങ്ങളിതിന് മുന്നേ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതാ അവിടേക്ക് പോകുന്നതാണ്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം കക്കോടി എല്ലാ ഭാഗങ്ങളും കാണാൻ പറ്റും. അതിലാ ചുറ്റും നടന്ന് കാണാനും മാത്രമുണ്ട് കേട്ടോ. അങ്ങനെ ഇത് നമ്മുടെ കേരളത്തിൽ 3 സ്ഥലത്താണ് തോന്നുന്നുള്ളത്. അതിലൊന്ന് ഇതാ കേട്ടോ, ഈ താമരയുടെ ഷേപ്പിലുള്ള. അങ്ങനെ അവിടെ ഞങ്ങൾ റീലൊക്കെ എടുത്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഞാനിതിനും തൊട്ട് മുന്നേ ആയിട്ട് ഷോർട്സ് ആയിട്ട് ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കാണണേ. പിന്നെ അവിടെ ചുറ്റിലും ഇതുപോലെ ഗുരുവാണി എന്നൊക്കെ പറഞ്ഞിട്ട് ഗുരുവചനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല നല്ല കാര്യങ്ങളാട്ടോ എഴുതി വെച്ചേ. കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നേ. പിന്നെ അധികം ഒരുപാട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം ആളുകൾ കുറവായിരുന്നു. പിന്നെ അധികം നേരം നിന്നില്ല കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് അവിടുന്ന് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്ന് മോൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യമൊക്കെ എടുത്ത് പിന്നെ അവിടുന്ന് വേഗം ഇറങ്ങി. അവിടെ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ അവിടുത്തെ അവരുടെ പ്രാർത്ഥന ഇങ്ങനെ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നുണ്ടേ. അങ്ങനെ ഞങ്ങൾ പോയി ഒരു മിൽക്ക് സർബത്തൊക്കെ കുടിച്ച് അവിടുന്ന് വേഗം ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണുള്ളത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ.